ലോകത്തെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം ഇന്ത്യക്ക് സ്വന്തം. ചരിത്ര നിമിഷം. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം എന്ന വിശേഷണമുള്ള ചെനാബ് പാലത്തിൽ കൂടി ആദ്യ തീവണ്ടി യാത്രയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരൊറ്റ തൂണിന്റെ ശക്തിയിൽ 96 കേബിളുകളിൽ നിൽക്കുന്ന വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് അഞ്ചി പാലം. 2018 മുതൽ എഞ്ചിനീയർമാർ ഉൾപ്പെടെ 400 ജീവനക്കാരുടെ കഠിന പ്രയത്നമാണിത്. ഇന്ത്യയുടെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം. ലോകത്തെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ്. നദിയിൽ നിന്ന് 359 മീറ്ററാണ് ഉയരം. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം ഉയരം. നീളം 1100 മീറ്റർ. ചെലവ് 1486 കോടി രൂപ. ആർച്ചിന്റെ ഭാരം 13,000 മെട്രിക് ടൺ. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും ഭൂകമ്പത്തെ ചെറുക്കാനും പാലത്തിന് സാധിക്കും. ഭീകരാക്രമണത്തെ ചെറുക്കാൻ പ്ലാസ്റ്റർ പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. പാലത്തിന്റെ പ്രധാന ഭാഗം 467 മീറ്ററുള്ള ആർച്ചാണ്. 17 സ്പാനുകളുണ്ട്. പാലത്തിൽ 120 വർഷത്തെ ആയുസ്. തീവണ്ടികൾ 100 കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാം. ജമ്മു കാശ്മീരിനെ റിയാസി ജില്ലയിലെ ഖത്രയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റെയിൽ പാത. വന്ദേ ഭാരതാണ് ഈ പാതയിലൂടെയുള്ള ആദ്യ സർവീസ്. ഖത്രയിലേക്കുള്ള പാതയിലാണ് ഈ പാലം. ഇതുവരെ കാൽനടയാത്രയായോ ബോട്ട് മാർഗം മാത്രമോ പോകുന്ന സ്ഥലത്തേക്കാണ് ഇനി തീവണ്ടി എത്തുക. 272 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 38 തുരങ്കങ്ങളും 927 പാലങ്ങളുമുള്ള കശ്മീർ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായ പാത ആധുനിക കാലത്തെ നിർമ്മാണ അത്ഭുതങ്ങളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു. ചെനാബ് പാലത്തിന് നദീതീരത്തിൽ നിന്നും 359 മീറ്റർ ഉയരമുണ്ട്. 19ാം നൂറ്റാണ്ടിനൊടുവിൽ കാശ്മീരിലെ മഹാരാജ പ്രതാപ് സിംഗിന്റെ ഭരണകാലത്താണ് ഖത്രയിലേക്ക് റെയിൽ പാത എന്ന ആശയം ഉയർന്നത്. ബ്രിട്ടീഷുകാരായ എഞ്ചിനീയർമാരാണ് സാധ്യതാ പഠനം നടത്തിയത്. പിന്നീട് പദ്ധതി നിലച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1983 തറക്കല്ലിട്ടെങ്കിലും നിർമ്മാണം സാവധാനത്തിലായിരുന്നു. HD ദേവഗൌഡ പ്രധാനമന്ത്രിയായിരിക്കെ പദ്ധതി വിപുലീകരിച്ചു. പിന്നീട് 2002 ഉധംപൂർ ശ്രീനഗർ ബാരമുള്ള റെയിൽവേ ലൈൻ കേന്ദ്ര പദ്ധതിയായി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായ ക്വസിഗുഡ് ബാരമുള്ള പാത 2009 ബനിഹാൽ ക്വസിഗുഡ് ലൈൻ 2013 ബനിഹാൽ സംഗൽദാൻ ലൈൻ 2023 ഉദ്ഘാടനം ചെയ്തിരുന്നു.